ഹായ് ഹലോ എല്ലാവർക്കും ബിഗ് ബോസ് റിവ്യൂയിലേക്ക് സ്വാഗതം. കോടതിയിലെ അടുത്ത കേസ് എന്ന് പറയുന്നത് സുഭിക്ഷേൻ്റെ പാട്ടാണ്. സുഭിക്ഷ തന്നെയും പിന്നെയും ഒരേ പാട്ട് പാടിക്കൊണ്ടിരിക്കും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രേക്ഷകർക്കും വെറുത്തിട്ടുണ്ടാകാനുള്ള ചാൻസ് കൂടുതലുണ്ട്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇവളെന്താണ് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുന്നതെന്ന്. വിക്രമാണ് കൊടുത്തത് കേസ്. എന്നിട്ട് അതിന് അപ്പിയർ ചെയ്ത വിധമൊക്കെ അടിപൊളിയായിരുന്നു. ചെവിയിൽ പഞ്ഞിയൊക്കെ വെച്ചിട്ട് കെട്ടിപ്പൂട്ടിയൊക്കെ വെച്ചത്. പക്ഷേ കേസ് തുടങ്ങിയപ്പോൾ വിക്രമായിക്കോട്ടെ, ഗാനാവിനോദ് ആയിക്കോട്ടെ, ശബരി ആയിക്കോട്ടെ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. കോമഡിയുടെ അങ്ങേ അറ്റമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഗാനാവിനോദ് അതിൻ്റെ ഇടയ്ക്ക് പോസ്റ്റ്മോർട്ടത്തിനൊക്കെ അയക്കാൻ പറയുന്നുണ്ട്. അതൊക്കെ ചിരിച്ച് മടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നടന്ന കേസ് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ളതായിരുന്നു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ വാദിക്കുന്നതിനിടയിൽ ഇവരുടെ ടോപ്പിക്ക് മാറിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. അറോറ കമറുദ്ദീൻ പാറുവിലേക്ക് എത്തി. പ്രശ്നം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും അറോറേൻ്റെ പേരാണ് പറയുന്നത് നോമിനേഷൻ വരുമ്പോൾ എന്നാണ്. ആ നോമിനേഷനിൽ അറോറേൻ്റെ പേര് പറഞ്ഞ ഒറ്റ സാഹചര്യം വന്നിട്ടുള്ളൂ. അത് ഓപ്പൺ നോമിനേഷൻ സംഭവിച്ചപ്പോഴാണ്. പാറുവിന് ഇത് വെച്ചിട്ട് മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ ഇവർ പോയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലവ് ട്രയാങ്കിളിലേക്കാണ്. അതിൻ്റെ അകത്ത് പോയിട്ടുണ്ടെങ്കിൽ കമറുദ്ദീൻ പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുപോലെ തന്നെ കമറുദ്ദീൻ ഏകദേശം കുറേയൊക്കെ എക്സ്പോസ് ആയതുപോലെയാണ് എനിക്ക് ഇന്നത്തെ എപ്പിസോഡ് കണ്ടപ്പം എനിക്ക് മനസ്സിലായത്. പിന്നെ കോടതിയിൽ നിന്ന് സാന്ദ്ര ഇറങ്ങിയപ്പോൾ പറഞ്ഞതുപോലെ കമറുദ്ദീനെ ലോയറാക്കിയത് വെറും മണ്ടത്തരമായി പോയി എന്ന് തന്നെ ഞാൻ പറയും. കാര്യം മര്യാദയ്ക്ക് വാദിക്കാൻ അറിയത്തില്ല. ഈ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് കണ്ടത് വെച്ചിട്ട് കനി പറയുന്നതായിട്ടാണ് ശരിയായിട്ട് എനിക്ക് തോന്നിയത്. പക്ഷേ സാന്ദ്ര അവിടെ പാറുവിൻ്റെ ഭാഗം പിടിച്ചതുപോലെ ക്ലിയർ കട്ടായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. അതിനുശേഷം ജനങ്ങളുടെ അടുത്തേക്ക് പോയപ്പോഴും കനീൻ്റെ ജഡ്ജ്മെൻറ്റിനെ തന്നെയാണ് അവർ മുറുകെ പിടിച്ചത്. ഇതെല്ലാം അവസാനിച്ചതിന് ശേഷം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഒരുമിച്ച് കൂടുന്നതായി കണ്ടു. ഇത് FJ ആതിര ഇഷ്യൂവിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ശരിയല്ല. എനിക്ക് പാറുവിനോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ടായിട്ട് പറയുന്നതല്ല, ഇത് ഗെയിമിൽ ശരിയല്ല. ഇവർ ആദ്യം തൊട്ടേ ഒരുമിച്ചാണ്. ഞാൻ പറയാൻ പോകുന്നവരുടെ പേര് നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ പറയാൻ പോകുന്നത് കനി, ശബരി, FJ, വിക്രം എന്നിവരെ കുറിച്ചാണ്. FJ ആതിരയായിട്ടുള്ള കേസ് തോറ്റിട്ട് പുറത്തു വന്ന് ജയിച്ചപ്പം സമ്മ പ്ലാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ FJ അവിടെ തെറ്റുകാരനായതുകൊണ്ടാണ് അവിടെ തന്നെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചത് എന്ന് ബാക്കിയുള്ള ജനങ്ങൾ കരുതുമെന്ന് ഞാൻ കരുതുന്നു. സോ ഇതിൻ്റെ അകത്ത് ശരിക്കും പെട്ടത് FJ തന്നെയാണ്. അതുപോലെ പാറു ഇന്ന് കേസ് തോറ്റപ്പോഴും ഇങ്ങനെ ഒരു കൂട്ടായ്മ ഞാൻ കണ്ടു. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുന്നോട്ട് പോകുമ്പോൾ ഇവരെ തന്നെ അത് ബാധിക്കും. കാര്യം ഇവരൊരു തെറ്റായൊരു പ്രശ്നം നടത്തി. ഈ ഗ്രൂപ്പ് ഇത്ര സ്ട്രോങ് ആയി മുന്നോട്ട് പോയാലുള്ള പ്രശ്നം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടെ ഒന്നിച്ച് നിൽക്കും. അത് ശരിക്കും പറഞ്ഞാൽ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തന്നെ അപ്പം എതിരായിട്ട് നിൽക്കുന്ന ആൾ വളരെ സ്ട്രോങ് ആയിട്ട്, അതായത് ജനങ്ങളിലേക്ക് ഏറ്റെടുക്കത്തക്ക വിധത്തിലേക്ക് അവർ മാറുകയും ചെയ്യും. അതിനുശേഷം പാറു ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. പുള്ളിക്കാരി എപ്പോഴും പണി നല്ല രീതിയിൽ ഉഴപ്പാണ്. ഒരു ടാസ്ക് വന്നപ്പോൾ മാത്രമാണ് ആ കിച്ചണിൽ കയറി ഒന്ന് പണിയെടുക്കുന്നതായിട്ട് കാണാനിടയായത്. അത്രയും നാൾ ഉഴപ്പായിരുന്നു. അതിനുശേഷവും ഉഴപ്പാണ്. ഇത് നമ്മുടെ ക്യാപ്റ്റനായ അമിത് വന്ന് പറയുന്നുണ്ട്. അപ്പോഴും ക്യാപ്റ്റൻ എന്ന അമിത്തിനെ അവിടെ കൂട്ടാക്കാൻ സാധിക്കുന്നതേയില്ല പാറുവിന്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാറുവിൻ്റെ ഒരു അഹങ്കാരമുണ്ട്. കാര്യം രമ്യേനോടും കാണിച്ചിട്ടുണ്ടായിരുന്നു ഇതേ കാര്യം, ഈവൻ FJനോടും കാണിച്ചിട്ടുണ്ടായിരുന്നു പല സമയങ്ങളിൽ. സോ പാറു ഇങ്ങനെ ജോലി ചെയ്യാതിരുന്നാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ കണ്ടന്റ് പാറുവിന് കിട്ടും. ഈ ജോലി ചെയ്യുന്നതൊന്നും ഇപ്പോൾ അധികം കാണിക്കാറേ ഇല്ല. സോ ബാക്കിയുള്ളവർ കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമ്പം ഇതൊന്നും കണ്ടന്റായിട്ട് പുറത്തേക്ക് പോവുകയില്ല. ഇതൊരു കാര്യം. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത്, ഇന്ന് അമിത്തിനെ ഒരു കാര്യം വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പാറു ഭയങ്കര ക്രൂക്കഡാണ് എന്ന് ഇന്ന് തെളിയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. കാര്യം ഞാൻ പറഞ്ഞുതരാം. പാറു പറയുന്നുണ്ടായിരുന്നു അമിത്തിനോട്, ഞാൻ എന്തൊക്കെ ചെയ്താലും നിങ്ങൾ ചെയ്തില്ല എന്നൊരു പ്രീ ജഡ്ജ്മെൻ്റ് ആയിട്ട് വരുന്നുണ്ട് എന്ന്. അപ്പം അമിത് അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട്, ഇത് പതിവ് വരുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയേണ്ട ആവശ്യമില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെയാണ്, ജോലി ചെയ്യാതിരിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾക്കൊരു ഗിൽറ്റുമില്ല. കഴിഞ്ഞ ദിവസം പാലും മുട്ടയും എല്ലാം എടുത്തു വെച്ചതിൻ്റെ പേരിൽ നിങ്ങൾ ലാഘവത്തോടു കൂടെ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് എന്ന് ഞാൻ പറയും എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അങ്ങനെ പാറു പതിവ് വരുത്താൻ ശ്രമിച്ച ഒരു കാര്യമായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പാറു ശരിക്കും പറഞ്ഞാൽ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷേ അമിത് അങ്ങനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് അമിത് അവിടെ ക്ലിയർ കട്ടായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ പാറുവിന് ഒന്നും സംസാരിക്കാനില്ല. ഒന്ന് പോയി തരുമോ അമിത് എന്നാണ് പറയുന്നത്. ഈ അമിത്തിൻ്റെ ക്യാപ്റ്റൻസി ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്ങനെ വായിട്ടലയ്ക്കാതെ എങ്ങനെ വൃത്തിയായിട്ട് ക്യാപ്റ്റൻസി കൊണ്ടുപോയി എന്ന് അമിത് കാണിച്ചു തന്നു. ഈ രമ്യയും ദിവ്യയും കുറേ പറയുന്നുണ്ട് അവരുടെ മോളിൽ കേൾക്കണമെങ്കിൽ നമ്മൾ ഉറക്കെ സംസാരിക്കണമെന്ന്. നമ്മൾ പതുക്കെ നല്ല രീതിയിൽ സംസാരിച്ചാൽ മതി, അവർ താഴേക്ക് ഇറങ്ങി വരും. അല്ലെങ്കിൽ അവർക്ക് തന്നെ മനസ്സിലാവും നമ്മളാണ് ഇവിടെ തെറ്റുകാരായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഇന്നലെ വിയാന പറഞ്ഞതുപോലെ. സോ അമിത്തിൻ്റെ സ്ട്രാറ്റജി അല്ല, പുള്ളിക്കാരൻ്റെ ക്യാരക്ടറാണിത്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഇത്രയൊക്കെയാണ് ഇന്ന് സംഭവിച്ചത്. താങ്ക് യു ഫോർ വാച്ചിങ്.